ലബൂബുവിനെ ആദ്യമായി സൃഷ്ടിച്ചത് ഹോങ്കോങ്ങിൽ നിന്നുള്ള കലാകാരനായ കാസിംഗ് ലെങ്കാണ്. അദ്ദേഹത്തിന്റെ ദി മോൺസ്റ്റേഴ്സ് എന്ന ചിത്രകഥാ പരമ്പരയിലെ ഒരു കഥാപാത്രമായാണ് ഇത് ആദ്യം വന്നത്. നോർഡിക് പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ലബൂബുവിനെ ലങ്ക് രൂപകൽപ്പന ചെയ്തത്. കൂർത്ത ചെവികൾ, വലിയ കണ്ണുകൾ, പുറത്തേക്ക് തള്ളിയ പല്ലുകൾ എന്നിവയാണ് ലബൂബുവിന്റെ പ്രധാന സവിശേഷതകൾ. ചിലർ ഇതിനെ അഗ്ലി ക്യൂട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രചാരവും പോപ്പ് മാർട്ട് ബന്ധവും 2019 ചൈനീസ് കളിപ്പാട്ട കമ്പനിയായ പോപ്പ് മാർട്ട് ലബൂബുവിനെ ഒരു ബ്ലൈൻഡ് ബോക്സ് കളിപ്പാട്ട പരമ്പരയുടെ ഭാഗമായി പുറത്തിറക്കി. ബ്ലൈൻഡ് ബോക്സ് എന്നാൽ ബോക്സ് തുറക്കുന്നതുവരെ അതിനുള്ളിൽ ഏതു രൂപത്തിലുള്ള പാവയാണെന്നറിയാൻ സാധിക്കില്ല. ഇത് കളിക്കാർക്ക് ഒരുതരം ആകാംക്ഷയും ആവേശവും നൽകുന്നു. ബ്ലൈൻഡ് ബോക്സ് തന്ത്രം ലബൂബുവിന്റെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിച്ചു. തുടക്കത്തിൽ വലിയ ശ്രദ്ധ ലഭിക്കാതിരുന്ന ലബൂബു പാവകൾക്ക് പിന്നീട് ബ്ലാക്ക് പിങ്ക് അംഗം ലിസ, റിഹാന, ദുവാലിപ്പ, അനന്യ പാണ്ഡെ തുടങ്ങിയ ലോകപ്രശസ്തരായ സെലിബ്രിറ്റികൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ വലിയ ജനപ്രീതി ലഭിച്ചു. ഇത് ഒരു ഫാഷൻ ആക്സസറിയായി പോലും മാറി. സാമൂഹിക മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ടിക്ടോക്കിൽ ലബൂബു അൺബോക്സിംഗ് വീഡിയോകൾ വൈറലായതും ഇതിന്റെ പ്രചാരത്തിന് കാരണമായി. വ്യാപാരപരമായ വിജയം. ലബൂബുവിന്റെ വൻ വിജയത്തോടെ പോപ്പ് മാർട്ടിന്റെ ഓഹരി വില കുതിച്ചുയരുകയും കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ വാങ് നിങ് ചൈനയിലെ ഏറ്റവും ധനികരായ വ്യക്തികളിൽ ഒരാളായി മാറുകയും ചെയ്തു. നിലവിൽ ഏഷ്യ, യൂറോപ്പ്, അമേരിക്കൻ ഐക്യനാടുകൾ എന്നിവിടങ്ങളിലെല്ലാം ലബൂബു പാവകൾക്ക് വലിയ ഡിമാൻഡുണ്ട്. പലയിടങ്ങളിലും ഈ പാവകൾ വാങ്ങാനായി ആളുകൾ ക്യൂ നിൽക്കുന്ന കാഴ്ച സാധാരണമാണ്. പരിമിതമായ എഡിഷനിലുള്ള ലബൂബു പാവകൾക്ക് റീസെയിൽ മാർക്കറ്റിൽ വൻ വില ലഭിക്കാറുണ്ട്. ലബൂബു ഒരു സാധാരണ കളിപ്പാട്ടം എന്നതിലുപരി ഒരു പോപ്പ് കൾച്ചർ പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. Subscribe for more. If you enjoy the video, don't forget to like.